അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്ന ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളായ കുമളിയിലും വണ്ടിപ്പെരിയാറിലും സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട അധികൃതർ. മുൻവർഷങ്ങളിൽ ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്ന വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന ഗ്രൗണ്ട് പുതുക്കിപ്പണിത് കായിക വകുപ്പ് ഏറ്റെടുത്തതും തിരിച്ചടിയായി. കുമളി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടു നൽകാൻ വനം വകുപ്പും ഇതുവരെ തയ്യാറായിട്ടില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രധാന വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കുമളിയും വണ്ടിപ്പെരിയാറുമാണ്. എല്ലാ വർഷവും ഇരു സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടിയിട്ട് വാഹന പാർക്കിങ്ങും വിരിപ്പന്തലുമൊക്കെ ഇരു പഞ്ചായത്തുകളും ഒരുക്കി നൽകാറുണ്ട്. ഈ വർഷത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മണ്ഡലകാല ആരംഭത്തിന് മുന്നോടിയായി നിരവധി അവലോകന യോഗങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിയത്. എന്നാൽ മണ്ഡലകാലം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടപ്പോഴും യോഗങ്ങളിലെ തീരുമാനങ്ങളിൽ പലതും നടപ്പായിട്ടില്ല. മണ്ഡല മകരവിളക്ക് സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രധാനമായിട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വിശ്രമിക്കാനുമുള്ള സൗകര്യം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി നൽകിയിരുന്നത് ഈ കാണുന്ന ഗ്രൗണ്ടിലാണ്. ഒരു നാടിന് ഒരു ഗ്രൗണ്ട് എന്നത് അനിവാര്യമാണ്. എന്നാൽ അയ്യപ്പ ഭക്തന്മാർക്കായി ബദൽ സംവിധാനം ഒരുക്കാൻ പഞ്ചായത്ത് പരാജയപ്പെട്ടു. സർവകക്ഷി യോഗം ആദ്യം ഒരു പ്രകസനമായിരുന്നു. പഞ്ചായത്ത് ഡയറക്ടർ ഇതുവരെ ഒരു സഹായങ്ങളും ചെയ്തിട്ടില്ല. ഇനി ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും പാർക്കിംഗ് സംബന്ധമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും കുമളി ഗ്രാമപഞ്ചായത്തും വൻപേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വിലയിരുത്തൽ. വണ്ടിപ്പെരിയാറിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഒരുക്കി നൽകിയിരിക്കുന്ന ഗ്രൗണ്ടിൽ 300ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും നിശ്ചിത തുക പാർക്കിംഗ് ഫീ ആയി നൽകണം. അയ്യപ്പ ഭക്തന്മാർക്ക് ഇത് ഒഴിവാക്കി നൽകാനും പഞ്ചായത്ത് പരാജയപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലെ കടന്നു പോകുന്ന ആളുകൾക്ക് ശുചിമുറിയില്ല എന്നുള്ളത്. മറ്റൊന്നാണ് വാഹന പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മറ്റുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിക്കുന്നതിന് പഞ്ചായത്തിന് നാളിതുവരെ സാധിച്ചിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി പ്രത്യേകമായിട്ട് പൈസ നീക്കിവെച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോലും ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. കുമളി ഗ്രാമപഞ്ചായത്തിൽ വനം വകുപ്പിന്റെ കീഴിൽ വരുന്ന ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം പാർക്ക് ചെയ്യാൻ വിട്ടു നൽകണമെന്ന് ജില്ലാ ഭരണകൂടം വനം വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ വിട്ടു നൽകാനാകില്ല എന്ന നിലപാടിലാണ് വനം വകുപ്പ്. ആനച്ചാല് പാർക്കിംഗ് ഗ്രൗണ്ട് ഏകദേശം 3 ഏക്കറോളം സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു പകുതിയോളം ഭാഗമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ശേഷിക്കുന്ന ഭാഗങ്ങളും കൂടെ പ്രയോജനപ്പെടുത്തുന്നതിന് വനംവകുപ്പിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ സുപ്രീം കോടതിയുടെ മുന്നാകെയുള്ള ഒരു കേസിന്റെ തടസ്സങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മകരവിളക്കിന് മുമ്പെങ്കിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.